ആണ് ഏത് ഷോപ്പിലാ പോകുന്നത്? എല്ലാവർക്കും വെൽക്കം. അപ്പം ഞങ്ങളൊരു സ്കൂൾ ആക്സസറീസ് ഒക്കെ വാങ്ങണം. പിന്നെ നമുക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഫുൾ സംഗീത അവിടെ ബാഗ് നല്ല ബാഗല്ലേ? എനിക്ക് വേണ്ട റെയിൻബോ ബാഗ്. നീ നോക്കി നോക്ക് റെയിൻബോ ബാഗ് കാണുന്നുണ്ടോന്ന്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്താണ് എഡുമാർട്ട്. ഇവിടെ മെയിനായിട്ട് സ്കൂൾ ആക്സസറീസ് ആണ് കൂടുതലുള്ളത്. ഏത് വാട്ടർ ബോട്ടിലാണ് എനിക്ക് വേണ്ടത്? ഇത് പിങ്കാ? പർപ്പിൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആട്ടോ എല്ലാത്തിലുള്ളത്. ഏത് ടൈപ്പ് നോക്കിയാലും എല്ലാത്തിലും ഭയങ്കര വെറൈറ്റിയാണ്, നല്ല ഭംഗിയാണ്. അത് മതിയോ? എന്താ തനിക്ക് ഇഷ്ടമായ? ഇതുള്ളിൽ സ്റ്റീലാ? ചെറുത് മതി, അധികം വലുത് ആ എന്നാ അത് മതിയോ? തന്വി ഇത് പോരെ? രസമുണ്ട്. അങ്ങനെ ഒരു ലോങ് പർച്ചേസിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടോപ്പ് ഫോമിൽ കയറി. കാലിക്കറ്റിലെ SM സ്ട്രീറ്റിലാണ് ടോപ്പ് ഫോം ഹോട്ടലുള്ളത്. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങൾ SM സ്ട്രീറ്റിൽ വരുന്ന സമയത്ത് ടോപ്പ് ഫോം എന്നാണ് ഫുഡ് കഴിക്കാറ്. അവിടുത്തെ ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അമ്മയ്ക്കും തൻവിക്കും നൂഡിൽസ് മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് അവർക്ക് ചിക്കൻ നൂഡിൽസും ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഫുഡിന് ശേഷം ഞങ്ങൾ വീണ്ടും പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് കോഴിക്കോട്ടിലെ പ്രസിദ്ധമായ മിഠായി തെരുവ് എന്ന് പറയുന്ന സ്ഥലമാണ്. കോഴിക്കോടുകാർ മെയിനായിട്ട് പർച്ചേസിങ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ആക്ച്വലി ഞാനും അമ്മയും കൂടി ഒരു ലോട്ടസ് പോണ്ട് ചെയ്യാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടബ് വാങ്ങിച്ചത്. ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, എല്ലാവരും വീഡിയോ കാണണേ. SM സ്ട്രീറ്റിൽ പൊതുവെ എപ്പോഴും തിരക്കാണ്. ഏത് സമയത്ത് വന്നാലും അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ മെൻഷൻ ചെയ്ത തെരുവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട മിഠായി തെരുവ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.